അവസാന മണി മുഴങ്ങി. സ്കൂളിലെ കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുത്തു. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ കാത്ത് പേരൻസ് ഗേറ്റിന് മുന്നിലായി കാത്തു നിൽക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഒരു നോർമൽ റുട്ടീനായിരുന്നു അത്. പക്ഷേ ആ ദിവസം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ഫെബ്രുവരി 10, 2025. 7 വയസ്സ് മാത്രമുള്ള കിം ഹാനിൽ പതിവ് പോലെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനായി തയ്യാറായി. ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം കഴിഞ്ഞ് കിം ഹാനിൽ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. പക്ഷേ സ്കൂൾ ഗേറ്റിനടുത്തേക്ക് പോകുന്നതിന് പകരം ആ കുട്ടിയെ സ്കൂൾ ഇടനാഴിയിലൂടെ ആരോ കൂട്ടിക്കൊണ്ടുപോയി. 7 വയസ്സുള്ള കിം ഹാനിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ. അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് മങ്ങിയ വെളിച്ചം മാത്രമുള്ള ചെറിയൊരു സ്റ്റോറേജ് റൂമിലാണ്. ആ മുറിക്ക് പുറത്തുള്ള ലോകം പഴയതുപോലെ തന്നെ. പക്ഷേ കിം ഹാനിലിന് അങ്ങനെയല്ലായിരുന്നു. ആ കുട്ടിയുടെ ജീവൻ പോകുന്ന സമയവും ആ മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഒരുപാട് നേരമായിട്ടും മകൾ വീട്ടിലെത്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ മാതാപിതാക്കൾ കുട്ടിയെ അന്വേഷിച്ചിറങ്ങി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അത് ചെന്ന് അവസാനിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയിലായിരിക്കുമെന്ന്. ഇന്ന് നമ്മൾ ഈയിടയിൽ സൗത്ത് കൊറിയയിൽ നടന്ന വേദന നിറഞ്ഞൊരു കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കിം ഹാനിൽ കേസ്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ സൗണ്ടായിരുന്നു സ്കൂൾ വരാന്തകളിൽ. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെയും കത്ത് പേരൻസ് സ്കൂൾ ഗേറ്റിന് പുറത്തു നിൽക്കുന്നു. തൻ്റെ ഡേ കെയർ ക്ലാസ് റൂമിൽ നിന്നും കൃത്യം 4:30 കിം ഹാനിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അവരുടെ തോളിൽ ഒരു കുഞ്ഞു ബാഗും. ആ വൈകുന്നേരം കിം ഹാനിൽ ഡ്രോയിങ് ക്ലാസ്സിൽ വരച്ച പടം അവളുടെ അമ്മയെ കാണിക്കാനായി വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു പുറത്തേക്ക് വന്നത്. എക്സിറ്റിനടുത്തേക്ക് എത്തിയപ്പോൾ സ്കൂൾ ഇടനാഴിയിൽ നിന്നും ആ കുട്ടിക്ക് പരിചയമുള്ള സ്വരത്തിൽ അവളെ ആരോ വിളിച്ചു. അത് അവളുടെ ടീച്ചറായിരുന്നു. "നിനക്ക് തരാനായി എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്" എന്നാ ടീച്ചർ പറഞ്ഞു. ഓഡിയോ വിഷ്വൽ സ്റ്റോറേജ് റൂമിന് നേരെ കൈ ചൂണ്ടിയായിരുന്നു പറഞ്ഞത്. അകത്തേക്ക് പോകാനായി അവർ നിർബന്ധിച്ചു. സമയം 4:40. കിം ഹാനിൽ ഒരു മടിയും കൂടാതെ അവളുടെ ടീച്ചറിൻ്റെ കൂടെ സ്റ്റോറേജ് റൂമിനുള്ളിലേക്ക് കയറി. ആ മുറിയിൽ വെളിച്ചം കുറവായിരുന്നു. കൂടാതെ സ്കൂളിൻ്റെ പഴയ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അകത്ത് കയറിയ ഉടനെ അവർ വാതിലടച്ചു. എന്നും ഏകദേശം 4:50 ആകുമ്പോൾ ഹാനിൽ വീട്ടിലേക്കെത്തും. പക്ഷേ അന്ന് ഹാനിലിനെ കാണാതായപ്പോൾ അവളുടെ പേരൻസ് ഫോണിലൂടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. അതിൽ ഹാനിൽ അപ്പോഴും സ്കൂളിനുള്ളിലാണെന്നാണ് കാണിക്കുന്നത്. ഏറെ നേരമായിട്ടും ലൊക്കേഷൻ ഒരേ സ്ഥലത്ത് തന്നെ. അവർ അവളെ വിളിച്ചു. ആരും എടുത്തില്ല. വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴും ആരും എടുത്തില്ല. വൈകുന്നേരം സമയം 5:10 ആയപ്പോഴേക്കും ഹാനിലിൻ്റെ മുത്തശ്ശി അവളെ അന്വേഷിച്ച് സ്കൂളിലേക്കെത്തി. ഓരോ ക്ലാസ് മുറിയും അവർ ഹാനിലിൻ്റെ പേര് ഉറക്കെ വിളിച്ച് തിരയാൻ തുടങ്ങി. സമയം കഴിയുന്തോറും അവരുടെ പേടി ഏറി വന്നു. ഓഡിയോ വിഷൻ റൂമിന് മുന്നിലായി അവരെത്തിയപ്പോൾ അവിടെ ഒരു ടീച്ചർ അനങ്ങാതെ നിൽക്കുന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു പേടിയുള്ളതായിട്ടും മുത്തശ്ശിക്ക് തോന്നി. ഹാനിൽ എവിടെയെന്ന് മുത്തശ്ശി ടീച്ചറിനോട് ചോദിച്ചു. ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം ടീച്ചർ പറഞ്ഞു, "എനിക്കറിയില്ല." പെട്ടെന്ന് അവർ അകത്തു നിന്നും സ്റ്റോറേജ് റൂം പൂട്ടി. സമയം 5:30 ആയപ്പോഴേക്കും പോലീസുകാർ അവിടേക്കെത്തി. പോലീസിനെ കണ്ടതും മുത്തശ്ശി പൂട്ടിയിട്ട സ്റ്റോറേജ് മുറിയിലേക്ക് ചൂണ്ടിക്കാട്ടി. പോലീസ് കതകൾ തട്ടി ഡോറ് തുറക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. ഒരു പോലീസ് മുന്നോട്ട് വന്ന് കതകൾ ശക്തിയായി ചവിട്ടി. ഡോറ് തുറന്നു. മുറി വളരെ നിശബ്ദമായിരുന്നു. അവിടെ ഹാനിൽ ആ തണുത്ത തറയിൽ ചലനമറ്റ് കിടക്കുന്നു. അവളുടെ വെള്ള സ്കൂൾ യൂണിഫോം ഇപ്പോൾ രക്തം പുരണ്ടിരിക്കുന്നു. അവളുടെ കുഞ്ഞു കൈകൾ നെഞ്ചിനോട് ചേർത്ത് ചുരുട്ടി പിടിച്ചിരിക്കുന്നു. അവളുടെ ശരീരത്തിന് താഴെ രക്തം തളം കെട്ടി കിടക്കുന്നു. കുറച്ചു മാറി ആ ടീച്ചർ ഭിത്തിയിൽ ചാരി തറയിലിരിക്കുകയാണ്. അവരുടെ ശരീരം മുഴുവനും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ കഴുത്തിലും കയ്യിലുമായി സ്വയം പരിക്കേൽപ്പിച്ച മുറിവുകളും. സമയം 5:50. പാരാമെഡിക് ടീം ഹാനിലിനെ സ്ട്രെച്ചറിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ ആ ശ്രമം വെറുതെയായിരുന്നു. സ്കൂൾ ഗേറ്റിനരികിലായി എമർജൻസി വാഹനങ്ങൾ നിറഞ്ഞു. അവരിൽ ഒരാളെ കൊണ്ടുപോലും ഹാനിലിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. എന്നത്തെയും പോലെ സ്കൂളിൽ രാവിലെ എത്തിയതായിരുന്നു ഹാനിൽ. പക്ഷേ അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചേർന്നില്ല. ആ സ്കൂളിൽ ഒരു കുട്ടി വിശ്വസിക്കേണ്ട ഒരു വ്യക്തി കാരണമാണ് ഇപ്പോൾ ഹാനിലിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് 48 വയസ്സുള്ള ആ ടീച്ചർ 2018 മുതൽ മാനസിക സംഘർഷം നേരിടുന്നു എന്നതാണ്. 2024 ഡിസംബറിൽ മാനസിക ആരോഗ്യത്തെ തുടർന്ന് നീണ്ടകാല മെഡിക്കൽ ലീവ് അവർ എടുത്തിരുന്നു. 6 മാസത്തോളം നീണ്ടുനിന്ന ലീവായിരുന്നു. പക്ഷേ 3 ആഴ്ചകൾക്ക് ശേഷം അവർ തിരിച്ച് സ്കൂളിലേക്ക് വന്നു. ആരും അവരെ ചോദ്യം ചെയ്തില്ല. ഒരു ദുരന്തം നടക്കാൻ പോകുന്നു എന്ന എല്ലാ അടയാളങ്ങളും അവരുടെ പ്രവൃത്തിയിൽ നിന്നും പ്രകടമായിരുന്നു. പക്ഷേ ആരും അവരെ തടയാനുണ്ടായിരുന്നില്ല.
സ്കൂളിൽ അവർ വളരെ വയലൻ്റായി പെരുമാറാൻ തുടങ്ങി. ആരും പ്രതീക്ഷിക്കാത്ത സ്വഭാവമാറ്റങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരുടെ ഈ അവസ്ഥയെക്കുറിച്ച് തിരക്കാൻ ചെന്ന മറ്റൊരു ടീച്ചറിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയുണ്ടായി. സ്കൂൾ ഓഫീസേഴ്സിന് ഇതറിയാമായിരുന്നു. പക്ഷേ ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ ദുരന്തം സംഭവിക്കുന്നതിനും 5 ദിവസം മുൻപ് ദേഷ്യം കാരണം അവർ സ്കൂൾ പ്രോപ്പർട്ടികൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിറ്റേ ദിവസം അവർ മറ്റൊരു ടീച്ചറിനെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു. അവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. സ്കൂൾ പ്രോട്ടോകോൾ പാലിച്ച് എഡ്യൂക്കേഷൻ ഓഫീസിൽ പരാതി നൽകി. അവരുടെ റെസ്പോൺസ് പോലീസിൽ അറിയിക്കുമെന്നായിരുന്നു. പക്ഷേ ആരും അത് ചെയ്തില്ല. ഫെബ്രുവരി 10 ഹാനിൽ കൊല്ലപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് സ്കൂൾ സന്ദർശിച്ചിരുന്നു. ഇത്രയും പരാതി കിട്ടിയിട്ടും അവർ ആ ടീച്ചറിനോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിന് പ്രതിഫലമായി മണിക്കൂറുകൾക്ക് ശേഷം ഒരു കുഞ്ഞിന് അവരുടെ ജീവൻ നഷ്ടമായി. പോലീസ് ഒട്ടും താമസിക്കാതെ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നറിയാൻ അവരുടെ വീടും ക്ലാസ് റൂമും കമ്പ്യൂട്ടറും കാറും പരിശോധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഈ ദുരന്തം സംഭവിക്കാൻ കാരണമായ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ എന്നവർ പ്രതീക്ഷിച്ചു. ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിക്കാനായി ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് എക്സാമിനേഷനായി അയച്ചു. പ്ലാൻ ചെയ്ത കുറ്റകൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹാനിലിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നു. പല ആഴത്തിലുള്ള നിരവധി മുറിവുകൾ. മനഃപൂർവ്വം ചെയ്ത കുറ്റകൃത്യമെന്ന് തെളിഞ്ഞു. ഫെബ്രുവരി 12, 2025 കിം ഹാനിലിൻ്റെ ഫുൾ ഓട്ടോപ്സി റിസൾട്ട് പുറത്തു വന്നു. മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരുപാട് തവണ ശരീരത്തിൽ കുത്തിയ പാടുകൾ. മരണകാരണം ഈ മുറിവുകളിൽ നിന്നുള്ള രക്തസ്രാവമാണ്. ഫോറൻസിക് ടീം പറയുന്നത് ഹാനിലിൻ്റെ കയ്യിൽ അക്രമം തടയാൻ ശ്രമിച്ചതിൽ നിന്നുമുള്ള മുറിവുകളുണ്ടായിരുന്നു എന്ന്. ആ ഭയാനകരമായ അവസ്ഥയിലും ഹാനിൽ അവളാൽ കഴിയുന്നതുപോലെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഈ ടീച്ചറിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഹാനിലിൻ്റെ മുത്തശ്ശി നേർക്കുനേരെ വന്ന് ചോദിച്ചിട്ടും അവർ പാനിക്കായില്ല, മറിച്ച് കള്ളം പറയുകയാണ് ചെയ്തത്. ഹാനിലിൻ്റെ ഫാമിലിയോട് ഹാനിൽ ഇവിടെ ഇല്ല എന്ന കള്ളം പറഞ്ഞു. ഒരു നിമിഷം സമനില കൈവിട്ടു പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയല്ല അവർ ചെയ്തത്. നേരെ മറിച്ച് താൻ ചെയ്ത കുറ്റകൃത്യം മറയ്ക്കാൻ ശ്രമിക്കും വിധം ബോധമുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമല്ല, മറിച്ച് കണക്കുകൂട്ടി ചെയ്ത കുറ്റകൃത്യമാണ് എന്ന്. ഇതിനുള്ള സാഹചര്യ തെളിവുകളായി പറയുന്നത് ഫെബ്രുവരി 10 രാവിലെ തന്നെ സ്റ്റോറേജ് മുറി അവർ തുറന്നിട്ടിരുന്നു. ആരും അത് പൂട്ടിയിടാതെ അവർ ശ്രദ്ധിച്ചു. കൂടാതെ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്ന അവസാനത്തെ കുട്ടിക്കായി ആ ടീച്ചർ കാത്തുനിന്നു. CCTV ദൃശ്യങ്ങളിൽ ടീച്ചർ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്ന കുട്ടികളെ നോക്കി നിൽക്കുന്നത് വ്യക്തമാണ്. അവസാനം ഒരു കുട്ടി മാത്രം അവശേഷിക്കുന്നതും നോക്കി അവർ കാത്തുനിന്നു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ സ്കൂളിൽ നിന്നും 2.2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കടയിൽ നിന്നും വാങ്ങിച്ച പ്രത്യേകതരം കത്തിയായിരുന്നു. ക്രിമിനൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇത് ഒരിക്കലും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തതല്ല, മറിച്ച് വളരെ പ്ലാൻഡായി ചെയ്ത കുറ്റകൃത്യമാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇവരെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് നൽകാതെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചതിന് എഡ്യൂക്കേഷണൽ ഓഫീസിന് എതിരെ പ്രതിഷേധമുയർന്നു. ഇതിന് മറുപടിയായി അവർ പറയുന്നത് തൻ്റെ അസുഖം ഭേദമായി എന്ന റിപ്പോർട്ട് ആ ടീച്ചർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഏകദേശം 5 വർഷമായി ഇവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. 2023 അവരുടെ ഈ കണ്ടീഷൻ വളരെ മോശമാകാൻ തുടങ്ങി. അങ്ങനെ ജാനുവരി 2024 ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സെപ്റ്റംബർ 2024 കണ്ടീഷൻ കൂടുതൽ മോശമാകാൻ തുടങ്ങി. 3 മാസങ്ങൾക്ക് ശേഷം ഡിസംബർ 2024 ഡോക്ടർ അവരുടെ കണ്ടീഷൻ ആസ്പദമാക്കി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ അവർക്ക് ഒരു നോർമൽ ലൈഫ് തുടരാൻ യാതൊരു തടസ്സവുമില്ല എന്ന് ഡോക്ടർ രേഖപ്പെടുത്തി. ഡോക്ടർ തയ്യാറാക്കിയ ഈ സർട്ടിഫിക്കറ്റ് കാരണമാണ് 6 മാസം ലീവ് എടുത്ത ടീച്ചർ വെറും 21 ദിവസത്തിന് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചത്. അവർ തിരിച്ചു വന്ന 6 ആഴ്ചയ്ക്ക് ശേഷം തൻ്റെ സ്റ്റുഡൻറ്റിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. കിം ഹാനിലിൻ്റെ വേർപാടിൽ സൗത്ത് കൊറിയ മുഴുവനും വിലപിക്കുന്ന സമയവും ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വിവാദമുണ്ടായി. അത് ഹാനിലിൻ്റെ ഫാമിലിയെ ഒരുപാട് ബാധിച്ചു. ആ വിവാദം ആരംഭിച്ചത് K-pop ഗ്രൂപ്പായ ഐവിലെ മെമ്പർ ജാങ് വോന്യോങ് തൻ്റെ മകളുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ഹാനിലിൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥനയിലാണ്. ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് വാർത്തകൾ വരാൻ തുടങ്ങി. പക്ഷേ ഇത് തൻ്റെ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നത്. K-pop ഐഡലായ ജാങ് വോന്യോങ്ങിൻ്റെ കടുത്ത ആരാധികയായിരുന്നു ഹാനിൽ. വലുതാകുമ്പോൾ വോന്യോങ്ങിനെ പോലെയാകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു.
തൻ്റെ മകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അവളെ ഓർമ്മിക്കണം എന്ന ഉദ്ദേശം മാത്രമാണുള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് മറുപടിയായി ഐവ് ഗ്രൂപ്പിൻ്റെ ഏജൻസിയായ സ്റ്റാർഷിപ്പ് എൻ്റർടൈൻമെൻറ്റ് ഹാനലിനായി റീത്ത് അയക്കുകയുണ്ടായി. കൂടെ ഒരു അനുശോചനക്കുറിപ്പും. ജാങ് വുന്യോങ് എന്ന ഐഡലിൻ്റെ ഫോട്ടോസും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ വീണ്ടും ഉടലെടുത്തു. അതിൽ ചിലർ പറയുന്നത് ജാങ് വുന്യോങ് നേരിട്ട് ഹാനലിനെ സന്ദർശിക്കണമായിരുന്നു എന്ന്. ചിലർ ഹാനലിൻ്റെ പിതാവിനെ കുറ്റപ്പെടുത്താനും തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇതിനെ തുടർന്ന് ഹാനലിൻ്റെ ഫാമിലിക്ക് ഒരുപാട് വേദന നേരിടേണ്ടി വന്നു. നിലവിൽ കുറ്റവാളിയായ ആ ടീച്ചർ അവർ സ്വയം പരിക്കേൽപ്പിച്ച മുറിവുകൾക്കായി ചികിത്സ തുടരുകയാണ്. അധികാരികൾ പറയുന്നത് അവരുടെ ചികിത്സ പൂർത്തിയായതിനു ശേഷം അവർ അർഹിക്കുന്ന ശിക്ഷ നടപ്പിലാക്കുമെന്നാണ്. പോലീസ് ഇപ്പോഴും തെളിവുകൾക്കായി അവരുടെ ഫോണും കാറും അപ്പാർട്ട്മെൻറ്റും എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളെല്ലാം ഈ ഒരു കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിനായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ക്ലാസ് മുറിയിൽ ഹാനൽ കാണില്ല. അവളുടെ മേശ ഇനി എന്നും ഒഴിഞ്ഞു കിടക്കും. ഹാനൽ അർഹിക്കുന്ന നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.